കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ബിസിനസ് ഗ്രോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാം സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇത് പരിചയപ്പെടുത്തുന്നത് ഒരു നല്ലൊരു തേയിലയാണ്. ലൂസ് ആയിട്ടുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു തേയിലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു തേയില ഏതാണെന്നാണ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോ ഈ ഒരു ബോക്സ് ഞാൻ നിങ്ങളെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത്. കാരണം ഇതിന്റെ അഡ്രസ് കാര്യങ്ങൾ എല്ലാം ഈ തേയിലയില് കൊടുത്തിട്ടുണ്ട് ഈ കമ്പനി. നല്ല തേയില ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയ ഒരു തേയിലയാണ്. നമ്മൾ ഒരു ബ്രാൻഡിലായിട്ട് നമുക്ക് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ വാങ്ങിയ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു തേയില തന്നെയായിരുന്നു. ഇത് ഓപ്ഷനിലുള്ളതാണ്. അതിനകത്ത് അവർ കറക്റ്റ് കാര്യങ്ങളെല്ലാം ഈ ബോക്സിനകത്ത് തന്നെ കറക്റ്റ് കാര്യങ്ങളെല്ലാം അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വന്തമായിട്ട് എസ്റ്റേറ്റ് തോട്ടം ഉള്ളവർ തന്നെയാണ്. നീലഗിരി ചായയാണ്, നീലഗിരി കമ്പനിക്കാരുടെ തേയില തന്നെയാണ്. അപ്പൊ ഇതിന്റെ പേര് ഗ്ലെൻമോർഗൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. നല്ല തേയില, ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു തേയില. പിന്നെ ഇതിനകത്ത് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തേയിലയുടെ ഗ്രേഡ്, എല്ലാത്തിനും ഞാൻ പറയുന്ന ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയിലും അവരുടെ കമ്പനി ഏത് ഗ്രേഡ് ആണെന്നുള്ളത് ആ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം SRD എന്ന് പറയുന്നത് പൊടിയായിട്ടുള്ള തേയില, തീരപ്പൊടിയല്ല, പൊടി തരിയുമല്ല പൊടിയും അല്ലാത്ത ഈ ഗ്രേഡിൽ നിൽക്കുന്ന ഒരു ഗ്രേഡാണ് SRD എന്ന് പറയുന്നത്. വീട്ടുകാർ സാധാരണയായിട്ട് ഈ SRD ഗ്രേഡിലുള്ള തേയിലയാണ് വീട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു തേയില എന്ന് പറഞ്ഞാൽ ചായക്കടക്കാർക്കായാലും ശരി വീട്ടുകാർക്കായാലും ശരി നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ വാങ്ങിക്കാനും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് നടത്തുന്ന തുടക്ക കച്ചവടമൊക്കെ പുതിയതായിട്ട് ഒരുപാട് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു തേയില എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു തേയില തന്നെയാണ്. കാരണം നിങ്ങൾ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന ബ്രാൻഡിലുള്ള തേയില അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവര് വേറെ ഏതെങ്കിലും ബ്ലെൻഡ് തേയില തരുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കണം, ബ്ലെൻഡ് തേയില എടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു തേയില നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുന്നത്. ഇതിന്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത് 1.5 കിലോ ഇതിന്റെ ബോക്സിന്റെ അതിന്റെ വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. നല്ല കട്ടിയുള്ള ഒരു കാർട്ടൺ ബോക്സ് ആണ് ഇതിന്റെ വരുന്നത്. നല്ല കട്ടിയാണ് ഇതിന്റെ കാർട്ടൺ ബോക്സിന്. അപ്പൊ 1.5 കിലോളം ഇതിന്റെ ബോക്സിന് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇവര് കമ്പനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയാണെന്നുള്ളതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന, വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. 2025 ഈ ഒരു തേയില മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ എക്സ്പയറി കൊടുത്തിരിക്കുന്നത് 2 വർഷമാണ്. പിന്നെ 2 വർഷം ഇതിന്റെ എക്സ്പയറി കാര്യങ്ങൾ കമ്പനി ഇത് കൊടുത്തിട്ടുണ്ട്. നീലഗിരി ചായ ഈ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട്, ഗ്ലെൻമോർഗൻ എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ ചെന്നിട്ട് നമ്മൾ ലൂസായിട്ട് ഇങ്ങനെ തേയില മേടിക്കാനായിട്ട് അവിടെ ചെന്ന് 30 കിലോ അല്ലെങ്കിൽ 20 കിലോ 30 കിലോ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ അങ്ങനെ വാങ്ങിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ കമ്പനിയാണെന്ന് പറഞ്ഞാലും അവര് സ്വന്തമായിട്ട് വിപണിയിലേക്ക് തേയില കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് എടുക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു തേയില കമ്പനി ചെന്നിട്ട് നിങ്ങൾക്ക് തേയില എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അവരിതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നോട്ട് ഫോർ ഡയറക്റ്റ് സെയിൽ ടു ദ കസ്റ്റമർ, ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിന് അവർ സെയിൽ ചെയ്യില്ല. അതിപ്പോ ഈ ഒരു കമ്പനി എന്നല്ല, മിക്ക ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതൊരു കമ്പനിയും ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമർക്ക് സെയിൽ നടത്തത്തില്ല. കാരണം ഇത് ലേലത്തിൽ വെച്ച് ലേലക്കാരോട്, ഹോൾസെയിൽ കടക്കാർ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലെയുള്ള ഒരു തേയില ലേലക്കാരോട് വാങ്ങിച്ച് അത് ഈ അടുത്ത ചെറിയ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ മാർജിൻ ഫ്രീ ഹൈപ്പർ മാർക്കറ്റുകൾ കടകളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന അവർക്കൊക്കെയാണ് അവരോടെ നമുക്ക് ഈ തേയില വാങ്ങിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളിത് ഒരു ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും 5 ബോക്സ് ആണ് നമുക്കിത് വന്നത്. ഈ 5 ബോക്സ് നമുക്ക് തീർന്നു. അപ്പൊ തേയില ഉപയോഗിച്ച് നോക്കിയവരെല്ലാം നല്ലൊരു അഭിപ്രായം പറയുകയും നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇത് എല്ലാ കാര്യങ്ങളും, അതായത് കമ്പനിയുടെ ഏത് ഗ്രേഡാണ്, അതിന്റെ വെയിറ്റ് എത്ര, SRD ഗ്രേഡ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത് മിക്ക SRD ഗ്രേഡും വെയിറ്റ് വരുന്നത് അർണക്കലിന്റെയും AVTയുടെ ഒക്കെ ചാക്ക് വരുമ്പോ അത് 54 കിലോ ആണ്. പക്ഷെ ബോക്സ് വരുമ്പോഴത്തേക്കും 40 കിലോ ആയിരിക്കും അതിന്റെ നെറ്റ് വെയിറ്റ് വരുന്നത്. അതായത് നമ്മള് ഈ 40 കിലോ എന്ന് പറയുമ്പോൾ 41,500 ഉണ്ടാവും ബോക്സ് ഉൾപ്പെടെ ഈ ഒരു തേയിലയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 1.5 കിലോ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കിലോ തേയില കാർട്ടൺ ബോക്സിനും കൂടെ വെയിറ്റും കൂടെ കൂട്ടിയിട്ടാണ് 41,500 വരുന്നത്. നെറ്റ് തേയില വരുമ്പോഴത്തേക്കും 40 കിലോ ഈ ഒരു തേയില ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ അഡ്രസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടീ എസ്റ്റേറ്റ്സ് കമ്പനി ഗ്ലെൻമോർഗൻസ് എസ്റ്റേറ്റ്, അതിന്റെ ഊട്ടിയിലാണ് ഇതിന്റെ സ്ഥലം. ഈ തേയിലയുടെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഊട്ടിയിലാണെന്നാണ്. പ്രൊഡ്യൂസ് ഓഫ് നീലഗിരി. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇതുപോലത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകൾ കാണുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നതാണ്. കാരണം ബ്രാൻഡഡ് തേയില നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ എടുത്ത് കംപ്ലൈന്റ് ഒന്നും വരാത്ത തേയിലകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കച്ചവടം
നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നമ്മുടെ ബിസിനസ് ഈ പറഞ്ഞതുപോലെ ഗ്രോ ചെയ്ത് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങിൽ പോയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കടകൾ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുകയും ആ കടകളിലേക്ക് നല്ല രീതിയിൽ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ഒക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലെടുക്കുക. അല്ലാതെ നമ്മൾ കുറഞ്ഞ തേയിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ബ്ലെൻഡ് തേയിലേക്ക് എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പല ബ്രാൻഡുകളുടെ തേയിലകൾ നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഞാൻ ഈ അവതരിപ്പിക്കുന്ന ഓരോരോ ബ്രാൻഡുകളുടെ തേയിലകൾ സ്വന്തമായിട്ട് തോട്ടമുള്ളവരുടെയാണ്. അപ്പൊ അവര് ആ റേറ്റ് കാര്യങ്ങൾ എത്രയാ പറയണം, അതിന്റെ ഗ്രേഡ് കാര്യങ്ങൾ ഏതാണുള്ളതെന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തേയില മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതുപോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകൾ തീർച്ചയായിട്ടും ഇനിയും ഞാൻ പരിചയപ്പെടുത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ലൂസ് തേയിലയിൽ ഒരുപാട് പേരിൽ പലതരം തേയിലകൾ ഹോൾസെയിൽ ആയിട്ടുള്ള ലൂസ് തേയിലയിലുള്ളതാണ്. അപ്പൊ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ചെന്ന് തേയില മേടിക്കുമ്പോൾ ഇന്ന ബ്രാൻഡിലുള്ള തേയില എനിക്കൊരു 20 കിലോ വേണം എന്ന് ചോദിച്ച് മേടിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ ഇന്ന ബ്രാൻഡിലുള്ള തേയില ഉണ്ടാകും. പക്ഷെ അത് SRD ആയിരിക്കില്ല, SFD ആയിരിക്കാം, ചിലപ്പോൾ RD ഗ്രേഡ് ആയിരിക്കാം. പക്ഷെ ഈ RD ഗ്രേഡ് എടുക്കുകയാണെങ്കിലും നല്ലൊരു തേയിലയാണ്. ഇതിന്റെ RD ഗ്രേഡ് എടുത്താലും നല്ല തേയിലയാണ്, തരിയുള്ള തേയിലയാണ്, നല്ല തരിയായിരിക്കും തേയിലയ്ക്ക്. പക്ഷെ നല്ല ചായയാണ്, നല്ല ടേസ്റ്റ് ഉള്ള ചായ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകൾ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും